അതിപുരാതനമായ ഒരു ദേവാലയത്തിൻ്റെ അനുബന്ധം എന്ന നിലയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പരിശുദ്ധ ദേവാലയത്തിന് ഒരു പദവി ലഭിച്ചതിന് ശേഷം 25 വർഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ രജത ജൂബിലി ആഘോഷമാണ് ഇന്നിൻ്റെ ഈ ഇടവകയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇടവകയ്ക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേകത ആഘോഷപൂർവ്വം നാം നടത്തുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു ഞായറാഴ്ചയാണിത്. ഇത് മറ്റൊന്നുമല്ല, വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുവരെ വാങ്ങിപ്പോയ എല്ലാ ആചാര്യന്മാരെയും വ്യത്യസ്ത സ്ഥാനികളെ, മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, സമാശന്മാർ തുടങ്ങിയ എല്ലാ സ്ഥാനികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അടുത്ത ഞായറാഴ്ച എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഈ രണ്ട് ഗണങ്ങളെയും മറന്നു പോകാതെ ഓർത്ത് പ്രാർത്ഥിച്ചാണ് വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ കാരണന്മാരും നമ്മുടെ പിതാക്കന്മാരും മൺമറന്നു പോയി, ശരിയാണ്. പക്ഷെ അവരാരും എങ്ങും പോയിട്ടില്ല, അവരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് അവരെ കാണുന്നില്ല എന്ന് മാത്രമേ. അപ്പോൾ അവരെ ഓർത്തുകൊണ്ട് സഭയുടെ രണ്ട് വിഭാഗങ്ങൾ, വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളും കാലത്തിൻ്റെ യവനികയും ഈ കാലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയ വാങ്ങിപ്പോയവരും, രണ്ടു കൂട്ടരും ഒരുമിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിനും ഉയർപ്പ് പെരുന്നാളിനും സംബന്ധിക്കുവാനൊക്കെ ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിൽ ഇവരും കൂടെ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഏകദേശം 100-125 വർഷങ്ങൾക്ക് മുൻപ് സഭയുടെ വിശ്വാസത്തിന്റെ ഓട്ടം തട്ടത്തക്കവണ്ണമുള്ള ചില വിഭാഗീയതകൾ സഭയിലുണ്ടായി. മിഷണറിമാരുമായി ബന്ധപ്പെട്ട് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിന് പോറലേക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വാസ ശൈലി സഭയിൽ വേണമെന്ന് പ്രധാനപ്പെട്ട കുറേ ആളുകൾ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ കാരണന്മാർ പറഞ്ഞോ അത് നടക്കുകയില്ല. മൺമറഞ്ഞു പോയവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. മരിച്ചുപോയവരെ വേണ്ടെന്ന് കരുതി ഒരു സഭയുടെ വിശ്വാസത്തിന് ശരിയായ കിടക്കമുണ്ടാകിയില്ല. കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തു ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അറിയാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസ വിപരീത ശൈലി സഭയിൽ നല്ലതാണ് എന്ന് കുറച്ചു പേരെ തോന്നിയപ്പോൾ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു, സഭയുണ്ടായിട്ട് 12 വർഷമായി. പരിശുദ്ധ മാർത്തോമാശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണിത്. അന്നു മുതൽ ഇന്നുവരെ കാത്തു സൂക്ഷിച്ച വിശ്വാസത്തിനെ പോറലേക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. അതുകൊണ്ടാണ് ഒരു വേർതിരിവ് ഉണ്ടായത്. പോകട്ടെ, ആ ഭാഗത്തെ കുറിച്ച് ഞാൻ പറയുന്നു. എന്താണ് ഒരു പുരോഹിതന്റെ ചുമതല? പഴയ നിയമത്തിൽ ഒരു പുരോഹിതന് പ്രധാനമായിട്ട് 3
പുരോഹിതൻ യാഗം അർപ്പിക്കും. അത് പുരോഹിതന്റെ ഒരു പ്രധാന ദൗത്യമാണ്. രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് പ്രവാചക ശൈലിയാണ്. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് ജനത്തെ അറിയിക്കുക. അതൊരു തരത്തിൽ പറഞ്ഞാൽ പ്രവാചകന്മാർ നിർവഹിച്ചിരുന്ന ഒരു ജോലിയാണ്. യഹോവ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് യഹോവയുടെ അഭിപ്രായം മനസ്സ് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ജനത്തെ അറിയിക്കുന്ന ഒരു ചുമതല പുരോഹിതനുണ്ട്. അത് പ്രവാചകന്മാരാണ് പഴയ നിയമകാലത്ത്. ഈ പൗരോഹിത്യം ശക്തിപ്പെടുന്നതിന് മുമ്പ് ആ പുരോഹിതന്മാര് ശക്തന്മാരായിരുന്നു. അവരെ ദൈവത്തിന്റെ ആലോചന എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജനത്തോട് പറയുമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ചുമതല പഴയ. മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് ന്യായപ്രമാണം പഠിപ്പിക്കുക എന്നതാണ്. ഓരോ ഇസ്രായേലിനും ജീവിക്കേണ്ടത് ന്യായപ്രമാണം പ്രകാരമാണ്. ഒരുപാട് നിയമങ്ങളുണ്ട്. ഒന്നും രണ്ടും മൂന്നുമല്ല, 100 കണക്കിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പഠിച്ച് സാധാരണക്കാരനെ അതിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നത്, നിയമം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പുരോഹിതനാണ്. നമുക്കറിയാമോ, നമ്മുടെ കോടതികളിലൊക്കെ കേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി കോടതിയിൽ പോയിട്ട് അതൊന്നും കുറിച്ച് പറയില്ല. നമുക്ക് വേണ്ടി ആര് പോകും? നിയമം അറിയാവുന്നവർ പോകും. അവരെ നമ്മൾ പറയുന്നത് വക്കീലന്മാരാണ്. നമ്മുടെ വക്കീലന്മാരാണെങ്കിൽ പേര് പറയും, പറയും അത് വേറെ കാര്യം. ന്യായപ്രമാണം പഠിച്ച പുരോഹിതന്മാർക്ക് പ്രമാണം എന്താണ് എന്ന് ജനത്തിന് ഉപദേശിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ചിലപ്പോഴൊക്കെ അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഒരു കാര്യം. അതുകൊണ്ട് ഈ 3 ജോലികളാണ് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ നിർവഹിച്ചിരുന്നത്. യാഗം അർപ്പിക്കുക, ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്തുക, പറഞ്ഞു കൊടുക്കുക, ന്യായപ്രമാണം പഠിപ്പിക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ മലങ്കര സഭയുടെ പ്രവർത്തനത്തിലേക്ക് നോക്കുമ്പോൾ 1-2 ചുമതലയിൽ കൂടെ നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരം. യാഗം അർപ്പിക്കുന്നതിന് പകരമാണ് വിശുദ്ധ കുർബാനകൾ. അതും ഒരു യാഗാർപ്പണം തന്നെയാണ്. ആ 3 പഴയ നിയമത്തിലെ ദൗത്യത്തിന് പുറമെ 1-2 ജോലി കൂടെ ഉണ്ട്. ഒരു ജോലി എന്ന് പറയുന്നത് ഭരണമാണ്. ഭരണാധിപൻ എന്ന് പറയാൻ പാടില്ല. തൃശ്ശൂരക്കാരനെ പറയാമോ? ഇന്ത്യയിലും ഭരണമുണ്ട്. നമ്മുടെ സഭയുടെ ഭരണം പോകുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു പാസാക്കിയെടുത്ത ഒരു ഭരണഘടനയുണ്ട്. അതനുസരിച്ച് ഭരണമുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അസോസിയേഷൻ കൂടാൻ പോവുക. എന്താകുമ്പോൾ എന്തുമാത്രം തർക്കങ്ങളും വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയാണ് ഓരോ ദിവസവും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനല്ല ഇപ്പൊ കേൾക്കുന്നത്. ഞാനൊരു 6 പേരെ വേർതിരിച്ച് ഈ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ അറിയാം. അറിയാത്തവർ ചിലപ്പോൾ 10% കാണുന്നത് തർക്കങ്ങളാണ്. പൊതുയോഗത്തിന്റെ ലിസ്റ്റ് ശരിയായില്ല, ഉപസാരിക്കപ്പെടുക, അത് വേറെയില്ല. പിന്നെ ഇടവക യോഗ രജിസ്റ്ററും ഇടവക രജിസ്റ്ററും രണ്ടാണെന്ന് തിരിച്ചറിയില്ല. ആരാധ്യന്മാർക്ക് ഗ്രാഹിക്കാനുള്ള വസ്തുത. അപ്പോൾ ഭരണത്തിന്റെ ചുമതലയും കൂടെ നമ്മുടെ പുരോഹിത സ്ഥാനിക്കുന്നുണ്ട്. പട്ടക്കാരുണ്ട്, കൽപ്പട്ടക്കാരുണ്ട്. മാറ്റമാർക്ക് അത്രയ്ക്കൊന്നും ചുമതലയില്ല നൽകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് വിദ്യുത്തൊന്നും ഉണ്ടാകരുത്. ഞങ്ങളുടെ ഭാഗത്ത് വിദ്യുത്ത് ഉണ്ടായാൽ തർക്കം പിന്നെ മുറുകി ഉരുക്കടിക്കാൻ പറ്റാത്ത തർക്കമാണ്. ഒരു ട്രിബ്യൂണൽ മാത്രമേ ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് 365 ദിവസവും തർക്കം കേൾക്കാൻ ട്രിബ്യൂണൽ വേണ്ടി വരും. അത് വാശിക്കാർ കാണും,
വ്യത്യസ്ത താല്പര്യമുള്ളവർ കാണും, കുടുംബ വഴക്ക് കാണും, വ്യക്തിവിരോധം കാണും, അറിവില്ലായ്മ കാണും. ഇതൊക്കെ വഴക്കിൻ്റെ ഭരണത്തിൽ വരുന്ന നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സഭയുടെ ഭരണങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. നമ്മുടെ സെമിനാരിയിൽ പഠിച്ചിറങ്ങുന്ന പല വൈദികർക്കും ഭരണഘടന പഠിപ്പിക്കണമെന്നില്ല, അപ്ലൈ ചെയ്യാൻ അറിയട്ടെ. അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഈ ഏറ്റുമുട്ടൽ വരുന്ന നേരത്ത് ഭരണഘടന അപ്ലൈ ചെയ്യാനുള്ള കാര്യം. അത് സത്യസന്ധമായി നിഷ്പക്ഷമായി ചാനും ജന്യമല്ലാതെ നമ്മുടെ ഇഷ്ടം നടത്താതെ നിഷ്പക്ഷമായി ഭരണം നടത്താനുള്ള വൈദികരെ കഴിയണം. ഞാൻ പറയും, വൈദികനാണെങ്കിലും പട്ടക്കാരൻ മേൽപ്പട്ടക്കാരനാണെങ്കിലും കാർമികനാണെങ്കിലും ഈ ഭരണത്തിന്റെ വിഷയം വരുമ്പോൾ ഇത് റഫറിയുടെ റോളാണ്. റഫറി ഫുട്ബോൾ കളിക്കുമ്പോൾ റഫറി എന്താ അയാൾ ഫൗൾ കാണുന്നിട്ട് PP വിളിക്കും. എല്ലായിടത്തും വിളിക്കാണെങ്കിൽ അയാൾ നിഷ്പക്ഷനായിരിക്കണം, അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല എന്ന് പറയുന്നത് പോലെ ഈ ഭരണത്തിൽ വരുന്നത് നിയമങ്ങൾ കൃത്യമായി അപ്ലൈ ചെയ്യാനുള്ളതാണ് നിഷ്പക്ഷതയോടെ. അതില്ലാതെ വരുമ്പോൾ പണ്ടൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് പറഞ്ഞതൊക്കെ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറയുന്ന കാലമുണ്ടായിരുന്നു. ആ കാലത്ത് പോയി എനിക്ക് തോന്നുന്നു 50 വർഷങ്ങൾക്ക് മുൻപൊക്കെ തിരുവേരി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു പറഞ്ഞ എല്ലാവരും മതം പോലെ അനുസരിക്കുന്നു. അത് ശരി പറഞ്ഞാലും ശരിയോട് പറഞ്ഞാലും അനുസരിക്കുന്നുണ്ട്. ഇപ്പോഴതൊന്നും അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുതിയ നിയമത്തിന്റെ പൗരോഹിത്യത്തിലെ ഈ സഭയുടെ ഭരണക്രമം അത് എൻ്റെ ചുമതല. രണ്ടാമത്തെ ചുമതലയും കൂടെ അറിയിക്കാനുള്ളത് വിശ്വാസികളെ നയിച്ച് നടത്തുന്ന ഒരു നായകനാണ്. അവർ വഴിതെറ്റി പോകുന്നതെന്നും അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് ചിന്തിക്കാനുള്ള നേതൃത്വമുണ്ടാകും. സ്നേഹത്തോടുകൂടി എല്ലാവരെയും കാണാൻ കഴിയും. അത് സഭയിലുള്ള ആളുകളെ മാത്രമല്ല, സഭയ്ക്ക് പുറത്തുള്ള ആളുകളെയും കൂടെ ആ സ്നേഹത്തിന്റെ വഴിത്താനയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതൊക്കെയാണ് ഭരണ ചുമതലയുടെ പ്രധാന ഘട്ടങ്ങളായിട്ട് തോന്നുന്നത്. ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് മരിച്ചുപോയ വൈദികരെ മുഴുവനും ഓർക്കുന്ന ദിവസമാണ്. അപ്പൊ അവരൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകളെ ഒക്കെ ഓർക്കണം, സ്മരിക്കണം. ദൈവസന്നിധിയിൽ അവർക്ക് നല്ല സ്വീകാര്യത ഉണ്ടാകണം. അവരെ നമുക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. അവരിന്ന് നമ്മളൊപ്പം ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ഒരു സംഘമാണ് പരിശുദ്ധ സഭ. അതും മറക്കാനാവില്ല. അതുകൊണ്ട് ഈ ഒകനെ ഞായറാഴ്ചയിൽ അവരെ കൂടെ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അവരെ ഓർത്ത് പ്രാർത്ഥിച്ച്, അടുത്ത ഞായറാഴ്ച എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിച്ച് നമുക്ക് വലിയ നോക്കിലേക്ക് പ്രവേശിക്കാം. ഈ ഇടവക